കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗതമിന് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ട് ഗൗതം വാവച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പം രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വാവച്ചനെ വിളിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ലക്ഷ്മി അമ്മ രാജേന്ദ്രന്റെ ഭാര്യയെ കുറിച്ചൊക്കെ മഹേശനോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ആകെപ്പാടെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ് മഹേശന്. ഇല്ലാത്ത കഥയല്ലേ പറയണേ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും ഗാഥയെ കുറിച്ചുള്ള ആ വലിയ സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം ഒരു തീരുമാനം എടുത്തു. ഒരു കാരണവശാലും അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. തന്റെ ചെലവില് താൻ അവളെ പഠിപ്പിച്ചോളാന്ന് പറയണം. പക്ഷെ പിങ്കിക്കും മോഹിനിക്കും ഒന്നും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ട് ഗൗതം നോക്കാന്ന് പറഞ്ഞ് പിന്നീട് നന്ദയുടെ അരിയിലേക്ക് ഗാഥ ചെല്ലുന്നുണ്ട്. ഗാഥ എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ മോൾക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കണം. പക്ഷെ ചേച്ചിക്ക് അറിയാലോ, ഒരു കള്ളം പറഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുന്നത്. ഒരു പക്ഷെ അതെങ്ങനെ പിടിക്കപ്പെട്ടാലോ ഗൗതം വേണ്ട, അത് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ ഒരു ചാൻസ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പം നമ്മളത് ഉൾക്കൊണ്ട് വേണം ഓരോ ദിവസവും നമ്മുടെ മുന്നോട്ട് പോകാനായിട്ട്. ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. കുറച്ച് നാളെങ്കിലും നമുക്കിങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ആ ബാലാജിയുടെ കാര്യം അറിയാലോ, അയാൾ എന്തേലും പണി ഒപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാരണവശാൽ ഈ കുടുംബത്തിലുള്ള ആരും മോളെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഗാഥ പറഞ്ഞു, എന്റെ വായിൽ നിന്നൊന്നും വീഴത്തില്ല, പക്ഷെ പറയാൻ പറ്റില്ല. ഇങ്ങനൊരു കള്ളത്തരമല്ലേ. ചെമ്പമ്മേടിന്ന് ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും അറിഞ്ഞാലോ, അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ മോളുടെ മനസ്സിൽ ആ ചിന്തകളെ വേണ്ടെന്ന് പറയാണ്. അങ്ങനെ ഗാഥയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദ. പിന്നീട് നന്ദ മുറിയിലേക്ക് വരുമ്പോഴത്തേനും ഗൗതം ഉണ്ടായിരുന്നു. ഗൗതം പറഞ്ഞു, നന്ദ നീ ചെയ്തൊരു നല്ല കാര്യമാണ് അന്ന് ഗാഥനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അന്ന് അച്ഛനെ സഹായിച്ച ആളുടെ മോളാണ്, നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഞാനും ആ പാവത്തിനെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. വിഷമിക്കാന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കും അറിയില്ലായിരുന്നല്ലോ സത്യാവസ്ഥ എന്താന്ന്. നീ ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും നീ ചെയ്തൊരു പുണ്യ കർമ്മം തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ തോന്നി. താൻ എത്രമാത്രം വഞ്ചനയാണ് ഗൗതം സാറിന്റെ കാണിക്കുന്നത്, എത്രമാത്രം ചതിയെ ചെയ്യുന്നത്, അദ്ദേഹത്തിന് സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്. പക്ഷെങ്കിൽ ഇപ്പം ഉള്ള സത്യം തുറന്നു പറയാൻ പറ്റില്ല. ഗൗതം സാറിന്റെ സ്വന്തം ബംഗളാന്നുള്ള കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഗാഥ ഇവിടുന്ന് പുറത്താവും. അതൊരു കാരണവശാലും പാടില്ല. എല്ലാ സത്യങ്ങളും പതുക്കെ എല്ലാവരും അറിഞ്ഞാൽ മതി. നന്ദ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പിന്നെയും ചോദിച്ചാലോ, ആ ഒരു ചിന്തയായിരുന്നു നന്ദയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിറ്റേ ദിവസം ഗൗതം നേരെ ഓഫീസിലേക്ക് പോവാണ്. പക്ഷെ എന്നാലും ഗൗതത്തിന്റെ മനസ്സിൽ രാജേന്ദ്രനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു വന്നേ. അവളുടെ മോളാണ് ഗാഥയെന്നാ പറഞ്ഞത്. അപ്പൊ വാവച്ചനോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ആക്സിഡന്റിനെ പറ്റിയൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഈ ആക്സിഡന്റിനെ കുറിച്ചൊന്നും അച്ഛൻ മുമ്പ് വീട്ടിൽ പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു കഥ ഉണ്ടാവണമെങ്കിലേ ഒന്ന് വിളിച്ചു നോക്കിയേക്കാം എന്നോർത്ത് വാവച്ചനെ വിളിക്കുകയാണ്. പക്ഷേങ്കില് വാവച്ചനോട് ഈ കാര്യങ്ങളൊക്കെ മഹേശ്വരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ വീട് ആരെയും വിളിക്കും. അതിപ്പം ഗൗതമാകാം, അല്ലെങ്കിൽ പിങ്കി ആകാം, അങ്ങനെ ആരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ചോദിച്ചേക്കാന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വാവച്ചനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വാവച്ചനോട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വാവച്ചൻ പറഞ്ഞു, അതെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യ. അത് ഇപ്പോഴല്ല കേട്ടോ, കുറെ വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഗാഥമോള് കുഞ്ഞായിരുന്നു. അവൾക്കൊരു 1.5 വയസ്സോ ആ സമയം, ആ പ്രായമുള്ള സമയത്താണ് ഇതുപോലെ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അന്ന് രക്ഷിച്ച ആരെന്നറിയോ, രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാന്ന് പറയണം. അല്ല, അയാളിപ്പോ ഉണ്ട്, അയാളിപ്പം മരിച്ചു പോയിട്ട് കുറെ നാള് മുമ്പ് മരിച്ചു, ഒരു ആക്സിഡന്റ് പെട്ട് മരിച്ചു പോവുക ചെയ്തേന്നൊക്കെ പറയുന്നുണ്ട്. ആ ശരി, ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ തന്നെ വാവച്ചന് മനസ്സിലായി, താൻ ഇപ്പൊ രാജേന്ദ്രന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ആ പേര് വെച്ചാണ് ബാലാജി കളിക്കാൻ പോകുന്നത്. ബാലാജിയുടെ പുതിയ പ്ലാനുകള് രാജേന്ദ്രനെ വെച്ചിട്ടാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പേര് പറയേണ്ട തന്റെയും കൂടെ ആവശ്യമാണെന്നറിയാം. ഈ സമയത്ത് ഗൗതമിന്റെ ഉള്ളിൽ വേറെ ചില സംശയങ്ങളും ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം കണക്കിലും കാര്യങ്ങളിലും ഒക്കെ വലിയ തിരിമല തന്നെ നടന്നിട്ടുണ്ടെന്നാണ് ജഗന്നാഥൻ വല്യച്ഛൻ പറയണേ. അതെങ്ങനെ സംഭവിച്ചു? അച്ഛന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇതുവരെ ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ അച്ഛൻ അറിയാതെ എങ്ങനെയാ പണം പോയിട്ടുണ്ടോ അതെന്താണല്ലോ അറിയണം. അച്ഛനെ ഒരു പക്ഷെ എല്ലാവരും കൂടി ഇപ്പൊ തെറ്റുകാരനാക്കി മാറ്റിയിരിക്കുവാണ്. ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോൾഡ് കാർഡ് നഷ്ടം ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ അച്ഛൻ അതൊട്ട് സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. പക്ഷെ എങ്ങനെയാ പണം പോയി? ഇനിയിപ്പൊ അച്ഛന് വല്ല ബുദ്ധിമോശം വന്നതാണോ? അച്ഛൻ ഇനി എന്തെങ്കിലും തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ? ആ ഒരു ചിന്ത ഗൗതമേന്റെ കയ്യിലുണ്ടാകുന്നുണ്ട്. അതിങ്ങനെ വെറുതെ പറ്റിയ കാര്യമില്ല. എന്താണെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി ചെമ്പമ്മേട്ടി പോയി അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അച്ഛനൊരു കാരണവശാലും ചെയ്യാത്ത തെറ്റിന് കുറ്റം അനുഭവിക്കാൻ പാടില്ല. എല്ലാവരുടെ മുന്നിൽ തല കുനിച്ചിരിക്കാൻ പാടില്ല. മകനല്ലേ, അച്ഛന്റെ തല കുനിയെന്ന് കാണുമ്പോൾ സഹിക്കില്ലല്ലോ. ആ ഒരു ചിന്തയായിരുന്നു ഗൗതമിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീട് ബാലാജിയുടെ അടുത്തേക്ക് വാവച്ചൻ ചെല്ലുന്നുണ്ട്. വാവച്ചൻ എന്നിട്ട് പറഞ്ഞു, അതേ ബാലാജിയാണ്, നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എന്നെ ഗൗതം സാർ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ. അല്ല, അയാൾ വിളിച്ചിട്ട് എന്താ ചോദിച്ചേ? എന്നോട് ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ചോദിച്ചു.
ഞാൻ ബാലാജിയണം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായെന്ന് പറയാണ്. ഇനിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ ഗാഥനെ അവിടെ നിറക്കാൻ പറ്റിയ ഒരാള് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി വരാൻ പോകുന്ന വലിയ ടിസ്റ്റുകൾ തന്നെയാണ് വാവച്ചാന്ന് വേണ്ട. അപ്പൊ വാവച്ചനോട് മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രാജേന്ദ്രന്റെ രാജേന്ദ്രന്റെ ബന്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്ദയുടെ മുറച്ചെറുക്കനായിട്ട് വരും. നമുക്ക് അവനെ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഒരു പേരൊക്കെ പറഞ്ഞ്, ഹേമന്ത് എന്നൊരു പേരൊക്കെ പറഞ്ഞ് അവനെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അവൻ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ പൊളിച്ചടുക്കിക്കോളും. ചെന്ന് കഴിയുമ്പം ഗാഥനെ വിളിച്ചോണ്ട് വന്നിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ആർക്കും തടയാൻ പറ്റില്ല. മുറച്ചെറുക്കനല്ലേ, ഒരു ബന്ധു കൂടിയല്ലേ വന്ന് വിളിക്കുന്നേ. അങ്ങനെ അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വരും. പക്ഷേങ്കിൽ ഗാഥയ്ക്ക് അറിയില്ല. ഗാഥയ്ക്ക് അറിയത്തില്ലേ പോലും, അറിയത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം രാജേന്ദ്രന്റെ പേര് പറഞ്ഞു പോയില്ലേ. അവരൊരു കള്ളത്തരം കാണിച്ചപ്പം അവർക്കിനി അതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആ പ്ലാൻ കളിക്കാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാപ്പച്ചൻ അത് മതി സാറേ, അവള് പുറത്തിറങ്ങിയ പിന്നെ ആ കാര്യം നമ്മൾ ഏറ്റു. ബാക്കി അവിടെ കടത്തിക്കൊണ്ട് പോകുന്ന കാര്യം വാപ്പച്ചൻ പറഞ്ഞു. ഇനി അതേ കാലം അവൾക്ക് അവിടെ ആയുസില്ല. അവിടെ നിന്നല്ല, പുറത്തിറക്കി ഉടനെ അവളെ ഇവിടുന്ന് ഞാൻ നാട് കടത്തും. പിന്നെ ആരും അവളെ കാണാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയത്ത് മഹേശൻ ഇങ്ങനെ പുറത്ത് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ജഗന്നാഥൻ ഇങ്ങനെ വെല്ലുവിളിച്ച കാര്യമൊക്കെ ഓർത്തിട്ട് മഹേശൻ ആപ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുക. അത് പണത്തിനെ കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നു ടെൻഷൻ മുഴുവനും. ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങൾ ചമ്പമേടിലെങ്ങാനും ജഗന്നാഥനായാലും പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഗാഥയെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തോന്നിയ തീർന്നു. അതോടുകൂടി തന്റെ മോളാണ് അവളെന്നുള്ള അത് കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയും. അതൊരു കാരണവശാലും പാടില്ല. അപ്പൊ അത് അങ്ങോട്ട് പോവാതെ, ജഗന്നാഥൻ പോവാതെ നോക്കേണ്ട തന്റെ കടമയാന്ന് മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ മനസ്സിലായിട്ടാ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കും. ഒന്നുമില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗാഥയുടെ അമ്മ ഇപ്പൊ എവിടെയുണ്ടെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും മഹേശ്വരനൊന്ന് ഞെട്ടി. അതിപ്പം ഞാന് പെട്ടെന്ന് ചോദിച്ചു, ഗാഥയുടെ അമ്മ അവളുടെ വീട്ടിൽ കാണുമെന്ന് പറയാണ്. അല്ല, അവളുടെ അച്ഛൻ മരിച്ച പിന്നെ കണ്ടിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ആര്? അല്ല, രാജേന്ദ്രൻ. ഏത് രാജേന്ദ്രൻ? പെട്ടെന്ന് അങ്ങോട്ട് മഹേശ്വരന് കത്തിയില്ല. രാജേന്ദ്രന്റെ പേര് കള്ളക്കഥയായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഓർത്തില്ല. ആഹാ, എല്ലാം മറന്നുപോയപ്പം ഗാഥയുടെ അച്ഛന് മഹിയേട്ടൻ രക്ഷിച്ചെന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഓ, ആ രാജേന്ദ്രൻ, അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഞാൻ വേറെ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. നല്ല ആളാ, സ്വന്തം ജീവൻ രക്ഷിച്ച ആളെ പോലും ഇത്ര പെട്ടെന്ന് മറന്നുപോയി. ഇങ്ങനെയാണെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും എന്നെയും കൂടെ അങ്ങോട്ട് മറന്നുപോയില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാ ഞെട്ടിത്തരിച്ച് ലക്ഷ്മിനെ ഒന്ന് നോക്കുവാണ് മഹേശ്വരൻ. ദൈവമേ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണേന്നുള്ള അർത്ഥത്തില്. അല്ല, ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഞാൻ അവിടുന്ന് പോകുന്നില്ലായിരുന്നു ലക്ഷ്മി. പിന്നെ എനിക്ക് അവരെ കുറിച്ചൊരു അറിവില്ല. ഇപ്പോഴാണ് കൃഷ്ണേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗാഥയാണ് അവരുടെ മോളെന്ന് പോലും ഞാൻ അറിഞ്ഞേ. പിന്നെ ഞാൻ രാജേന്ദ്രമായിട്ട് അധികം കണക്ഷൻ ഒന്നും വെച്ചിരുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഒരു ദിവസം നമുക്ക് അവിടം വരെ പോണം, അവരെ ഒന്ന് കാണണമെന്ന് പറയാ. ഇത് കേട്ടതും മഹേശ്വരൻ വീണ്ടും ചിട്ടി. ആ, എന്തിനാ ലക്ഷ്മി ഇപ്പൊ അങ്ങോട്ട് പോണേ? അല്ല, രക്ഷിച്ചല്ലേ, നിങ്ങളെ രക്ഷിച്ചല്ലേ, അപ്പൊ എനിക്ക് അവരെ ഒന്ന് കാണണ്ടേ, അവരോടൊരു നന്ദി വാക്ക് പറയണ്ടേ. എന്റെ ഭർത്താവിനെ രക്ഷിച്ച ആളല്ലേ, നമുക്ക് ഗാഥമോളെയും കൂട്ടിക്കൊണ്ട് പോവാം. ഗാഥമോൾക്ക് സന്തോഷം അമ്മേനെ കണ്ടു കഴിയുമ്പം നമുക്ക് അവിടെ ഇരുന്ന് പോകാന്നേ. പൈസയൊക്കെ വേണമെങ്കിൽ എന്തേലും പൈസയും കൊടുക്കാം. പാവം തന്നെ ആയിരിക്കല്ലേ പശുവിനെ ആടിനെയൊക്കെ നോക്കി ജീവിക്കുന്നേ. ഒന്ന് പോയി കണ്ടിട്ട് വരുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. ഇത് കേട്ട മഹേശ്വരൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ തന്നെ നമ്മൾ ഗാഥേനെ നോക്കുന്നുണ്ടല്ലോ, അത് മതി. ഇനി ഇപ്പൊ ചെമ്പമ്പേടിലേക്ക് പോകുമൊന്നും വേണ്ടാന്ന് പറയണം. അപ്പൊ ചേച്ചി, ഇതെന്താ മഹിയേട്ട ഇങ്ങനെ പറയണേ? അപ്പൊ ചേച്ചി മഹേശ്വരൻ പറഞ്ഞു, ഒന്നുമില്ല, പറയുന്ന നമുക്ക് കേട്ടാ മതി പറഞ്ഞ് മഹേശ്വരൻ അങ്ങോട്ട് കയറിപ്പോണം. ഇതെന്ത് പറ്റി മഹിയേട്ടന് പെട്ടെന്നൊരു മനസ്സുമാറ്റം എന്തേലും ഉണ്ടോ? ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ ലക്ഷ്മി ഓർത്തോ, ചിലപ്പോൾ തനിക്ക് തോന്നിയതാണെന്ന് ഓർത്തോണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.